Hello students, now we have a simple theorem. If u bar is a differentiable vector function of constant length, then u bar dot du bar by dt equal to 0. We say that u bar is a differentiable vector function of constant length when mod u bar is a constant. മോഡുലസ് കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള വെക്ടേഴ്സിനെയാണ്. മോഡുലസ് എപ്പോഴും കോൺസ്റ്റൻ്റ് ആവണമെന്നില്ല. ഫോർ എക്സാമ്പിൾ ടി ഐ പ്ലസ് ടി സ്ക്വയർ ജെ പ്ലസ് ടി ക്യൂബ് ഒക്കെ മോഡുലസ് തന്നെ സ്ക്വയർ റൂട്ട് ഓവർ ടി സ്ക്വയർ പ്ലസ് ടി ക്യൂബ് സ്ക്വയർ പ്ലസ് ടി സ്ക്വയർ സ്ക്വയർ പ്ലസ് ടി ക്യൂബ് സ്ക്വയർ, ടിയെ ഡിപ്പെൻഡ് ചെയ്തായിരിക്കുന്നത്. പക്ഷേ ചില ഫങ്ഷൻസിൻ്റെ മോഡുലസ് യു ബാർ ഓഫ് ടിയുടെ മോഡുലസ് എഴുതുമ്പോൾ അതൊരു കോൺസ്റ്റൻ്റ് ആയിട്ട് വരും. സച്ച് ഫങ്ഷൻസ് ആർ കോൾഡ് വെക്ടർ ഫങ്ഷൻസ് ഓഫ് കോൺസ്റ്റൻ്റ് ലെന്ത്. അത് ഡിഫറൻഷ്യബിൾ ആണെങ്കിൽ കോൺസ്റ്റൻ്റ് ലെന്തുള്ള വെക്ടർ ഫങ്ഷൻസിനൊരു പ്രോപ്പർട്ടിയാണ് ഇപ്പോൾ പറയുന്നത്. എന്താ പ്രോപ്പർട്ടി? ആ ഫംഗ്ഷനും അതിൻ്റെ ഡെറിവേറ്റീവും തമ്മിൽ ഡോട്ട് പ്രോഡക്റ്റ് എടുക്കുമ്പം 0 ആണ് എന്നുള്ളതാണ് പ്രോപ്പർട്ടി. നമുക്ക് മോഡ് യു ബാർ സ്ക്വയറിനെ മോഡ് യു ബാർ ഇൻറ്റു മോഡ് യു ബാർ എന്ന് എഴുതാം. ഇത് കോൺസ്റ്റൻ്റ് എന്നുള്ള വെക്ടർ ഫംഗ്ഷനാണ്, അതുകൊണ്ട് മോഡ് യു ബാർ കോൺസ്റ്റൻ്റ് ആണ്. അതുപോലത്തെ രണ്ടെണ്ണം എടുത്താലും കോൺസ്റ്റൻ്റ് ആണ്, പ്രോഡക്റ്റ് കോൺസ്റ്റൻ്റ് ആണ്. മോഡ് യു സ്ക്വയർ ഈസ് എ കോൺസ്റ്റൻ്റ് എന്ന് നമുക്കൊരു റിസൾട്ട് ഉണ്ട്. നൗ വി ക്യാൻ റൈറ്റ് മോഡ് യു സ്ക്വയർ യൂസിങ് അനദർ റിലേഷൻ. വെക്ടേഴ്സിൻ്റെ ഡോട്ട് പ്രോഡക്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുമ്പം യു ഡോട്ട് യു എന്ന് പറയുന്നത് മോഡ് യു സ്ക്വയർ, യു ഡോട്ട് യു എന്ന് പറയുന്നത് യുവിൻ്റെ കമ്പോണൻസ് u1 u2 u3 ആണെങ്കിൽ യു ഡോട്ട് യു എന്ന് പറയുന്നത് എന്താകും? u1i പ്ലസ് u2 j പ്ലസ് u3k ഇൻ ഡോട്ട് പ്രോഡക്റ്റ് വിത്ത് സെയിം വെക്റ്റർ. സോ u1 ഇൻറ്റു u1 സ്ക്വയർ പ്ലസ് u2 സ്ക്വയർ പ്ലസ് u3 സ്ക്വയർ. ഇതിൻ്റെ റൂട്ടാണ് മോഡുലസ് ആയിട്ട് ഡിഫൈൻ ചെയ്യുന്നത്. അപ്പോൾ മോഡുലസിൻ്റെ സ്ക്വയർ എന്ന് പറയുന്നത് റൂട്ട് എടുത്ത് കഴിഞ്ഞാൽ u1 സ്ക്വയർ പ്ലസ് u2 സ്ക്വയർ പ്ലസ് u3 സ്ക്വയർ എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. അത് ഡോട്ട് പ്രോഡക്ട്സിൻ്റെ ഒരു റിസൾട്ടാണ്. അതിലേക്ക് നമ്മളിനി അധികം പോകേണ്ട കാര്യമില്ല. അല്ലെ യു ഡോട്ട് യു ഇങ്ങനെ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്, യു ഡോട്ട് യു ഈക്വൽ ടു മോഡ് യു അല്ലെ എ ഡോട്ട് ബി ഈക്വൽ ടു മോഡുലസ് ഓഫ് എ ഇൻറ്റു മോഡുലസ് ഓഫ് ബി ഇൻറ്റു കോസ് തീറ്റ എന്ന് ഡിഫൈൻ ചെയ്യും. ആൻഡ് ഇറ്റ് ഈസ് ഈക്വൽ ടു മോഡുലസ് ഓഫ് എ സ്ക്വയർ എന്ന് നമുക്ക് അറിയാം. ദെൻ ഇപ്പോൾ യു ഡോട്ട് യു മോഡ് യു സ്ക്വയർ കോൺസ്റ്റൻ്റ് ആണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മൾ യു ഡോട്ട് യു ഈക്വൽ ടു മോഡ് യു സ്ക്വയർ ഇത് രണ്ടും നോക്കിയാൽ മതി. യു ഡോട്ട് യു ഈക്വൽ ടു മോഡ് യു സ്ക്വയർ ഇത് രണ്ടും ഈക്വൽ ആണല്ലോ. മോഡ് യു സ്ക്വയർ ഈസ് എ കോൺസ്റ്റൻ്റ് എന്ന് പറഞ്ഞ് നിർത്തിയേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ ഡെറിവേറ്റീവ് എടുത്താൽ 0. അപ്പോൾ ഇതിൻ്റെ ഡെറിവേറ്റീവ് എടുത്താലും 0. ഇനി ഡോട്ട് പ്രോഡക്റ്റിൻ്റെ ഡെറിവേറ്റീവ് എഴുതാൻ നമുക്കറിയാം. യു ഡോട്ട് യു രണ്ട് ഫങ്ഷൻസ് ആണ് എന്ന് വിചാരിച്ച് ഡെറിവേറ്റീവ് എഴുതിയ ഫസ്റ്റ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് ഇൻറ്റു മീൻസ് ഡോട്ട് പ്രോഡക്റ്റ് യു ഡോട്ട് ഡി യു ബൈ ഡി ടി പ്ലസ് പൊസിഷൻ മാറ്റാതെ എഴുതുക എന്നുള്ളതാണ് നമ്മുടെ ഇപ്പോഴത്തെ രീതി. ഡി യു ബൈ ഡി ടി ഡോട്ട് യു ഈക്വൽ ടു റൈറ്റ് സൈഡിലെ മോഡ് യു സ്ക്വയർ കോൺസ്റ്റൻ്റ് ആണ്, അതിൻ്റെ ഡെറിവേറ്റീവ് 0. അങ്ങനെ നമുക്ക് കിട്ടും. ദെൻ യു ഡോട്ട് ഡി യു ബൈ ഡി ടി ഡോട്ട് പ്രോഡക്റ്റ് ആയതുകൊണ്ട് ഡി യു ബൈ ഡി ടി ഡോട്ട് യു എന്ന് പറയുന്നതും യു ഡോട്ട് ഡി യു ബൈ ഡി ടി തന്നെ ആയിരിക്കും. അപ്പോൾ ഇതിനെ രണ്ടിനെ അങ്ങനെ എഴുതാം. 2 ടൈംസ് യു ഡോട്ട് ഡി യു ബൈ ഡി ടി ഈക്വൽ ടു 0 എന്നായി. 2 is not 0, so we can write u dot du by dt equal to 0. So if a vector function is of constant length, then we can have the result, the dot product of the vector function and its derivative equal to 0. അങ്ങനെ ഒരു റിസൾട്ട് നമുക്ക് അപ്പോൾ ചെയ്യാനായിട്ട് സാധിക്കും. Then we can have an example for vector function of constant length. Show that u bar equal to sin ti plus cos tj plus 3k has constant length and is orthogonal to its derivative. വെക്ടർ ഫംഗ്ഷന് കോൺസ്റ്റൻറ്റ് ലെന്ത് ആണെങ്കിൽ അത് അതിൻ്റെ ഡെറിവേറ്റീവിനോട് ഓർത്തോഗണൽ ആയിരിക്കും എന്നാണ് നമ്മളിപ്പോൾ പറഞ്ഞ റിസൾട്ട്. ആദ്യം നമുക്കിത് കോൺസ്റ്റൻറ്റ് ലെന്ത് ആണ് എന്ന് കാണിക്കണം. അതിനുശേഷം നമുക്ക് യു ഡോട്ട് ഡി യു ബൈ ഡി ടി 0 ആണ് എന്നും കാണിക്കാനായിട്ട് സാധിക്കും. കോൺസ്റ്റൻ്റ് എന്താണെന്ന് കാണിക്കാൻ ഇവിടെ കാണിച്ചിട്ടില്ല, പക്ഷേ ഹാസ് എ കോൺസ്റ്റൻ്റ് ലെന്ത്. അപ്പോൾ ആദ്യമേ നമുക്ക് മോഡുലസ് കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ്. മോഡ് യു ബാർ കോൺസ്റ്റൻ്റ് ആണെങ്കിൽ മോഡ് യു ബാർ എന്താ? സൈൻ സ്ക്വയർ ടി പ്ലസ് കോസ് സ്ക്വയർ ടി പ്ലസ് 3k കോൺസ്റ്റൻറ്റ് 3 ആണ് കോഎഫിഷ്യൻറ്റ് 3 സ്ക്വയർ. സൈൻ സ്ക്വയർ ടി പ്ലസ് കോസ് സ്ക്വയർ ടി ഈസ് 1 പ്ലസ് 3യുടെ സ്ക്വയർ 9
9 + 1 10 √10 ആണ് മോഡ് യു ബാർ. അതിവിടെ കാൽക്കുലേറ്റ് ചെയ്ത് കാണിച്ചിട്ടില്ല. നിങ്ങൾ മോഡ് യു ബാർ എഴുതുക. മോഡ് യു ബാർ ഈക്വൽ ടു √10 sin² t + cos² t 1 3² മോഡ് യു ബാർ ഈക്വൽ ടു 10 കാൽക്കുലേഷൻ കാണിക്കുക. സോ ഇറ്റ് ഈസ് ഓഫ് കോൺസ്റ്റൻറ്റ് ലെന്ത്. ബൈ ഡെഫിനിഷൻ ഇറ്റ് ഈസ് ഓഫ് കോൺസ്റ്റൻറ്റ് ലെന്ത്. ആൻഡ് ദെൻ ഷോ ദാറ്റ് യു ഡോട്ട്, അത് കഴിഞ്ഞിട്ട് കാണിക്കാനാണ് പറഞ്ഞത്, യു ഡോട്ട് du/dt 0 ആണെന്ന് കാണിക്കുക. u sin di + cos t j + 3k ആണ്. du/dt എന്ന് പറയുന്നത് ഡിഫറൻഷ്യേറ്റ് ചെയ്യുക. sin d ഡിഫറൻഷ്യൽ cos t I, ദിസ് ഈസ് I, മൈനസ് cos tയുടെ ഡെറിവേറ്റീവ് മൈനസ് sin d j + 3k. 3 കോൺസ്റ്റൻ്റ് ആണ്, അതുകൊണ്ട് ആ പാർട്ടിൽ നിന്ന് കോൺട്രിബ്യൂഷൻ ഇല്ല. du/dtക്ക് I j കമ്പോണൻസേ ഉള്ളൂ. ദെൻ du/dtയും യു ഡോട്ട് du/dt ഡോട്ട് പ്രോഡക്റ്റ് എടുക്കുമ്പോൾ sin d cos t മൈനസ് cos t sin t, ഓർഡർ മാറിയാന്നേ ഉള്ളൂ, സെയിം ടൈംസ് ആണ്. ദിസ് ഈസ് ഈക്വൽ ടു 0. അപ്പോൾ കോൺസ്റ്റൻ്റ് എന്താണെന്ന് ഈ ഡെഫിനിഷൻ മോഡ് യു ബാർ കണ്ടുപിടിച്ചിട്ട് മോഡ് യു ബാർ കോൺസ്റ്റൻ്റ് ആണെന്ന് വെച്ചാണ് നമ്മൾ ആദ്യം പറയേണ്ടത്. അത് കോൺസ്റ്റൻ്റ് എന്നുള്ള വെക്റ്റർ ഫംഗ്ഷൻ യു ഡോട്ട് du/dt 0 ആണ് എന്ന് നമുക്കിങ്ങനെ കാണിക്കാനും സാധിക്കും. നൗ വി ഹാവ് ഇൻ്റഗ്രൽ ഓഫ് വെക്റ്റർ ഫംഗ്ഷൻ. ഇപ്പോൾ ഡിഫറൻസിയേഷൻ നമ്മൾ കമ്പോണൻറ്റ് വൈസ് ചെയ്തു, അത്രയേ ഉള്ളൂ വെക്റ്റർ ഫംഗ്ഷൻസിൻ്റെ ഇൻ്റഗ്രൽ ചെയ്യാൻ. അല്ലെങ്കിൽ നമ്മൾ ഇൻ്റഗ്രൽ പറയുന്നത് എങ്ങനെയാണ്, ഒരു ഫംഗ്ഷൻ ഡിഫറൻസിയേഷൻ ആയപ്പം ഇൻ്റഗ്രേഷൻ I, വേറെ ഓപ്പോസിറ്റ് പ്രോസസ്സസ്. ഒരു ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് നമുക്കറിയാമെങ്കിൽ ഡെറിവേറ്റീവ് ഏതാണോ അതിൻ്റെ ഇൻ്റഗ്രലാണ് മറ്റേ ഫംഗ്ഷൻ എന്ന് പറയാം. ഇൻ്റഗ്രൽ ഓഫ് സ്മോൾ ആർ ബാർ വിത്ത് റെസ്പെക്ട് ടു ടി, നമ്മളിപ്പോൾ ആർ ഓഫ് ടി പൊസിഷൻ എന്നുള്ള രീതിയിലാണ് പറയുന്നത്. ഇൻ്റഗ്രൽ ഈസ് ദ സെറ്റ് ഓഫ് ആൻറ്റി ഡെറിവേറ്റീവ്സ് ഡിനോട്ടഡ് ബൈ, സെറ്റ് ഓഫ് എന്നൊക്കെ പറയാനുള്ള കാര്യം കോൺസ്റ്റൻറ്റിൻ്റെ പ്രൊവിഷനും കൂടെ ചേർക്കാൻ വേണ്ടിയാണ്. ആൻഡ് ദ ഇൻ്റഗ്രൽ ഈസ് ഡിനോട്ടഡ് ബൈ ഇൻ്റഗ്രൽ ആർ ഓഫ് ടി ഡി ടി. ദിസ് ഈസ് എ ഇൻഡെഫിനിറ്റ് ഇൻ്റഗ്രൽ. ഡെഫിനിറ്റ് ഇൻ്റഗ്രൽ ആകുമ്പോൾ ലിമിറ്റ്സ് കൂടെ കൊടുത്ത് നമുക്ക് എഴുതാനായിട്ട് സാധിക്കും. അതാണ് ഇൻ്റഗ്രേഷനെ പറ്റിയുള്ള നമ്മളുടെ കൺസെപ്റ്റ്. ഇഫ് ആർ ബാർ ഈസ് എനി ആൻറ്റി ഡെറിവേറ്റീവ് ഓഫ് സ്മോൾ ആർ ബാർ എന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ ആർ ബാറിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പം, ഇതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് സ്മോൾ ആർ ബാർ കിട്ടും എന്നാണ് അതിൻ്റെ അർത്ഥം. ദെൻ സ്മോൾ ആർ ബാറിൻ്റെ ഇൻ്റഗ്രൽ ആർ ബാർ ഓഫ് ടി ഈക്വൽ ടു ക്യാപിറ്റൽ ആർ ബാർ ഓഫ് ടി പ്ലസ് സി ബാർ പ്ലസ് കോൺസ്റ്റൻറ്റ് ഓഫ് ഇൻ്റഗ്രേഷൻ സി ബാർ. സി ബാർ ഒരു വെക്റ്ററാണ്. അത് കമ്പോണൻറ്റ് വൈസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അറിയാം, FTi + GTj + HTk ആണ് നമ്മുടെ ഫംഗ്ഷൻ എങ്കിൽ, ഇതാണ് നമ്മളുടെ ഫംഗ്ഷൻ എങ്കിൽ എങ്ങനെ ഇൻ്റഗ്രേറ്റ് ചെയ്യാം? ഇൻ്റഗ്രൽ FT dt × I പ്ലസ് ഇൻ്റഗ്രൽ GT dt × J പ്ലസ് ഇൻ്റഗ്രൽ HD dt × K എന്നുള്ളതാണ് ഇൻ്റഗ്രൽ. FTയെ ഇൻ്റഗ്രേറ്റ് ചെയ്യും. സാധാരണ ഇൻ്റഗ്രേഷൻ ഒരു കോൺസ്റ്റൻറ്റ് വരും C1i, ഇവിടെ C2i, ഇവിടെ C3j, C1i + C2j + C3k. 3 സ്ഥലത്തും കോൺസ്റ്റൻറ്റ് ഓഫ് ഇൻ്റഗ്രേഷൻ വന്നിട്ടുണ്ട്, ഐയുടെയും ജെയുടെയും കെയുടെയും കൂടെ. സോ ഇറ്റ് ഈസ് എ കോൺസ്റ്റൻറ്റ് വെക്റ്റർ. അതുകൊണ്ട് കോൺസ്റ്റൻറ്റ് ഓഫ് ഇൻ്റഗ്രേഷൻ എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റൻറ്റ് വെക്റ്റർ ആയിരിക്കും എന്ന് മനസ്സിലാക്കുക. നൗ വി ക്യാൻ ഡു പ്രോബ്ലംസ് ഓഫ് എവാലുവേറ്റിംഗ് ഇൻ്റഗ്രൽസ് ഓഫ് വെക്റ്റർ ഫങ്ഷൻസ്. എവാലുവേറ്റ് ഇൻ്റഗ്രൽ -π/4 to π/4 sin t I + 1 + cos tj + sec² k dt. ഇതാണ് ക്വസ്റ്റ്യൻ. -π/4 to π/4 എന്നുള്ള ലിമിറ്റൊക്കെ അവിടെ ഉണ്ട്. നമുക്കത് പെട്ടെന്ന് കംപ്ലീറ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. ആദ്യമേ നമ്മൾക്ക് sin ടിയുടെ ഡെറിവേറ്റീവ് അറിയണം. sin t I, sin ടിയുടെ ഡെറിവേറ്റീവ് ഇൻ്റഗ്രൽ -π/4 to π/4 sin t I, ഓരോ കമ്പോണൻസിനെയും ചെയ്യുക, പ്ലസ് ഇൻ്റഗ്രൽ -π/4 to π/4 1 + cos t j പ്ലസ് ഇൻ്റഗ്രൽ -π/4 to π/4 sec² k. ഇതാണ് നമുക്ക് ചെയ്യാനുള്ളത്. sin ടിയുടെ ഇൻ്റഗ്രൽ -cos t, sin ടിയുടെ ഇൻ്റഗ്രൽ -cos t, ഇനി ഈ സ്റ്റെപ്പിലേക്ക് നോക്കിയാൽ മതി. -cos t -π/4 to π/4 × I. 1 + cos tയുടെ ഇൻ്റഗ്രൽ ഓർഡിനറി ഇൻ്റഗ്രേഷൻ, t + cos tയുടേത് sin t -π/4 to π/4 കൂട്ടത്തിൽ j. sec² ഡെറിവേറ്റീവ് പറയുന്ന ഒരു ഫംഗ്ഷനാണ് tan t. അപ്പോൾ അതാണ് അതിൻ്റെ ഇൻ്റഗ്രൽ. tan t ഫ്രം -π/4 to π/4 × k. ഇനി ലിമിറ്റ്സ് കൊടുക്കുക. -cos tയിൽ π/4 കൊടുക്കുമ്പം cos π/4 -1/√2. cos ഓഫ് -θ എന്ന് പറയുന്നത് cos θ തന്നെയാണ്. അടുത്തത് മൈനസ് സൈനും കൂടെ ചേർത്ത് 1/√2i
പ്ലസ് ടി പ്ലസ് സൈൻ ടിയിൽ -π/4 ടു π/4 വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ടിയിൽ π/4 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ π/4, -π/4 സബ്ട്രാക്ട് ചെയ്യുമ്പം -π/4 ദാറ്റ് ഈസ് 2π/4. സൈൻ ടിയിൽ π/4 കൊടുക്കുമ്പം സൈൻ π/4 1/√2 സൈൻ -π/4. സൈൻ -π/4 സൈൻ π/4ൻ്റെ ഓപ്പോസിറ്റ് സൈനാണ്. പിന്നെ സബ്ട്രാക്ഷൻ്റെ മൈനസ് സൈനും കൂടെ ഉണ്ട്. അതുകൊണ്ട് 1/√2 + 1/√2 എന്നാണ് അവിടെ വരിക ഇൻറ്റു ജെ. ടാൻ ഡിയിൽ π/4 ടു π/4. ടാൻ π/4 1, ടാൻ -π/4 -1 ആണ്. സബ്ട്രാക്ഷൻ ആകുമ്പോൾ 1 + 1 ആകും. അത് 2k എന്നുള്ളൊരു കോഎഫിഷ്യൻ്റ് വരും. ഇനി ശരിക്കും ഇവിടെയൊക്കെ കോൺസ്റ്റൻസ് ഉണ്ടായിരുന്നു. ഈ ഇൻ്റഗ്രേഷൻ നടത്തിയപ്പോൾ ഇവിടെ ഒരു കോൺസ്റ്റൻറ്റ് ഓഫ് ഇൻ്റഗ്രേഷൻ ഉണ്ടായിരുന്നു. ഇവിടെ പക്ഷേ അതിന് റെലവൻസ് ഇല്ല. നമ്മൾ -π/4 ടു π/4 ചെയ്യുമ്പം ഇവിടെ ഒരു C1 ഉണ്ടെങ്കിൽ അതേ C1 തന്നെ സബ്ട്രാക്ഷനിൽ വരും, അത് ക്യാൻസൽ ചെയ്യും. അപ്പോൾ ഡെഫിനിറ്റ് ഇൻ്റഗ്രൽസിൽ നിങ്ങൾ ഈ കോൺസ്റ്റൻറ്റ് ഓഫ് ഇൻ്റഗ്രേഷൻ C⁻ ഉപയോഗിക്കേണ്ടതില്ല. ഇൻഡെഫിനിറ്റ് ഇൻ്റഗ്രൽസിൽ മാത്രം കോൺസ്റ്റൻറ്റ് ഓഫ് ഇൻ്റഗ്രേഷൻ ഉപയോഗിക്കുക. ഡെഫിനിറ്റ് ഇൻ്റഗ്രൽസിൽ അത് ക്യാൻസൽ ചെയ്ത് പോകും. അതല്ലെങ്കിലും ഓർഡിനറി ഇൻ്റഗ്രേഷനിലും നമ്മൾ ചെയ്യാറുള്ളതല്ലോ. ഡെഫിനിറ്റ് ഇൻ്റഗ്രേഷനിൽ നമ്മൾ കോൺസ്റ്റൻറ്റ് ഓഫ് ഇൻ്റഗ്രേഷൻ എഴുതാറില്ല. ഇൻ്റഗ്രൽ ഫോർ എക്സാമ്പിൾ ഇൻ്റഗ്രൽ 0 to 1 x² dx x³/3 എന്ന് എഴുതിയിട്ട് 0 to 1 1 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ അവിടെ കോൺസ്റ്റൻറ്റ് ഓഫ് ഇൻ്റഗ്രേഷന് യാതൊരു പ്രസക്തിയും ഇല്ല എന്ന് നിങ്ങൾക്ക് അറിയാവുന്നതാണ്. ഇനിയുള്ളത് കുറച്ച് എക്സ്ട്രാ പ്രോബ്ലംസ് ആണ്. ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് സോൾവ് ചെയ്യാനാണ്. ഡിഫറൻഷ്യൽ ഇക്വേഷൻ സോൾവ് ചെയ്യാൻ ഈ ഡിഫറൻഷ്യൽ ഇക്വേഷനെ സാറ്റിസ്ഫൈ ചെയ്യുന്ന വെക്ടറിനെ കണ്ടുപിടിക്കണം. ഡിഫറൻഷ്യലിനെ സാറ്റിസ്ഫൈ ചെയ്യുന്ന വെക്ടറിനെ കണ്ടുപിടിക്കണം. സോ വി ഹാവ് ടു കം ടു ഇൻ്റഗ്രേഷൻ. അതുകൊണ്ട് നമുക്ക് ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് സോൾവ് ചെയ്യാൻ വേണ്ടി ഇൻ്റഗ്രേഷനിലേക്കാണ് പോകേണ്ടത്. അതിനുള്ള ആദ്യത്തെ ഒരു ക്വസ്റ്റ്യനാണ് ഇവിടെ കാണുന്നത്. സോൾവ് ദ ഫോളോയിങ് ഇനീഷ്യൽ വാല്യൂ പ്രോബ്ലം. dr/dt equal to -ti - tj - tk. And in this type of problems we are given an initial value. Here the initial value is given by r⁻ of 0 equal to I + 2j + 3k. നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ഒരു കോൺസ്റ്റൻറ്റ് ഓഫ് ഇൻ്റഗ്രേഷൻ ഇൻഡെഫിനിറ്റ് ഇൻ്റഗ്രൽസിൽ വരുമെന്ന് പറഞ്ഞില്ലായിരുന്നു. ആ കോൺസ്റ്റൻറ്റ് ഇവിടെ കണ്ടുപിടിക്കാനുള്ള മാർഗ്ഗമാണ് ഇനീഷ്യൽ വാല്യൂ. These are differential equations. If we have initial values like r⁻ of 0, it is called initial value problem. അപ്പോൾ dr/dt തന്നിരിക്കുന്ന -ti - tj - tk. ഇൻ്റഗ്രേറ്റ് ചെയ്താൽ എന്നാ dr/dt ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? r⁻ of t കിട്ടും. മറ്റേ സൈഡിൽ നമ്മൾ കമ്പോണൻറ്റ് വൈസ് ഇൻ്റഗ്രേഷൻ ചെയ്യാം. -tdt i - tdtj - tdtk എന്നാണ് ഇൻ്റഗ്രേഷനിൽ നമുക്ക് കിട്ടുക. -tdt ഇൻ്റഗ്രേഷനിൽ എന്താകും റിസൾട്ട്? -tയുടെ ഇൻ്റഗ്രൽ -t²/2 എന്ന് കിട്ടും. പ്ലസ് സാധാരണ ഇൻഡെഫിനിറ്റ് ആകുമ്പോൾ കോൺസ്റ്റൻറ്റ് ഓഫ് ഇൻ്റഗ്രേഷൻ C1 എഴുതും ഇൻറ്റു i. മറ്റേടത്ത് -t²/2 + e2 ഇൻറ്റു j. അടുത്തതിൽ -t²/2 + e3 ഇൻറ്റു k എന്ന് നമുക്ക് എഴുതാം. അതിൽ t ഉള്ളത് മാത്രം ഇങ്ങോട്ട് എഴുതിയ -t²/2 i -t²/2 j -t²/2 k. പിന്നെയുള്ളത് എന്നാ C1i + e2j + c3k. അതിനെയാണ് നമ്മൾ C⁻ എന്ന് ഡിനോട്ട് ചെയ്യുന്നത്. ഇതാണ് ഇങ്ങനൊരു കോൺസ്റ്റൻറ്റ് ഓഫ് ഇൻ്റഗ്രേഷൻ വരും എന്ന് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇനി തന്നിരിക്കുന്നത് r⁻ of 0 equal to I + 2j + 3k എന്ന് തന്നിട്ടുണ്ട്. നമുക്ക് r⁻ of tക്ക് ഇങ്ങനൊരു എക്സ്പ്രഷൻ ഉണ്ട്. അവിടെ നമുക്ക് 0 കൊടുക്കാം. r⁻ of 0 ഇവിടെ തന്നിട്ടുണ്ട്. അതുകൂടാതെ നമുക്ക് കണ്ടുപിടിച്ച ഇക്വേഷനിൽ r⁻ of 0 t = 0 എന്ന് കൊടുത്താൽ കിട്ടത്തില്ലേ? അപ്പോൾ t = 0 എന്ന് കൊടുക്കുക. അപ്പോൾ എന്ത് കിട്ടും? t 0 എന്ന് കൊടുത്താൽ -t²/2 എല്ലായിടത്തും 0. r⁻ of 0 എന്ന് പറയുന്നത് C⁻ എന്നാണ് അവിടെ നിന്ന് വരിക. r⁻ of 0ക്ക് ഇപ്പോൾ 2 വാല്യൂസായി. r⁻ of 0 equal to C⁻ ഫ്രം ഫസ്റ്റ് ഇക്വേഷൻ ഇവിടെ നിന്ന് ഗിവൺ r⁻ of 0 equal to I + 2j + 3k. അങ്ങനെ 2 വാല്യൂ ഇല്ല, ഇത് രണ്ടും ഈക്വൽ ആയിരിക്കും. സോ വി ക്യാൻ സേ ദാറ്റ് C⁻ equal to I + 2j + 3k. അപ്പോൾ നമ്മൾ ഇക്വേഷൻ 1ൽ എഴുതിയേക്കുന്ന r⁻ of tയുടെ ഇക്വേഷനെ നമുക്ക് റീറൈറ്റ് ചെയ്യാൻ സാധിക്കും. r⁻ of t
ഈക്വൽ ടു നമ്മളിപ്പോൾ എഴുതിയിരിക്കുന്നത് ആർ ബാർ ഓഫ് ടി മൈനസ് ടി സ്ക്വയർ ബൈ 2i മൈനസ് ടി സ്ക്വയർ ബൈ 2j മൈനസ് ടി സ്ക്വയർ ബൈ 2k പ്ലസ് സി ബാർ എന്നാണ് എഴുതിയിരിക്കുന്നത്. അവിടെ ഈ സി ബാർ i പ്ലസ് 2j പ്ലസ് 3k തന്നെയാണ് എന്ന് നമുക്ക് കിട്ടിയ സ്ഥിതിക്ക് ആ വാല്യൂവും കൂടെ ഇട്ട് കൊടുക്കാം. അപ്പോൾ അതിട്ട് കൊടുക്കുമ്പോൾ നമ്മളുടെ ആർ ബാറിൻ്റെ എക്സ്പ്രഷൻ കംപ്ലീറ്റ് ആവും. ആർ ബാർ ഓഫ് ടി ഈക്വൽ ടു മൈനസ് ടി സ്ക്വയർ ബൈ 2i മൈനസ് ടി സ്ക്വയർ ബൈ 2j മൈനസ് ടി സ്ക്വയർ ബൈ 2k പ്ലസ് സി ബാർ ഈക്വൽ ടു i പ്ലസ് 2j പ്ലസ് 3k അത് കൊടുക്കുന്നു. പിന്നെ കറസ്പോണ്ടിങ് കമ്പോണൻറ്റ്സ് നമ്മൾ കളക്ട് ചെയ്യുന്നു. കളക്ട് ചെയ്യുമ്പം ഐയുടേത് മൈനസ് ടി സ്ക്വയർ ബൈ 2 പ്ലസ് 1 എഴുതാനൊരു ഭംഗി തിരിച്ച് വേണം എഴുതാം. 1 മൈനസ് ടി സ്ക്വയർ ബൈ 2i. അടുത്തതിലാകുമ്പോൾ മൈനസ് ടി സ്ക്വയർ ബൈ 2 പ്ലസ് 2 ആണ് ജെയുടെ കോഎഫിഷ്യൻ. 2 മൈനസ് ടി സ്ക്വയർ ബൈ 2 എന്നെഴുതുകയാണെങ്കിൽ ഇത്തിരി നല്ലതായിരിക്കും. അടുത്തതിൽ 3 മൈനസ് ടി സ്ക്വയർ ബൈ 2 ഇൻറ്റു കെ, ദാറ്റ് ഇസ് ദ വെക്ടർ ആർ ഓഫ് ടി. അപ്പോൾ ഫസ്റ്റ് ഡെറിവേറ്റീവ് തന്ന ഒരു തവണ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ നമുക്ക് സൊല്യൂഷൻ കിട്ടും, നല്ല വെക്ടർ ആർ ബാർ കിട്ടും. അത് ഇൻ്റഗ്രേഷൻ കമ്പോണൻ്റ് വൈസ് അപ്ലൈ ചെയ്യാം. അതാണ് നമുക്ക് ചെയ്യാനുള്ളത്. അതിൽ ഇൻഡെഫിനിറ്റ് ഇൻ്റഗ്രലാണ് വരുന്നത്. കോൺസ്റ്റൻറ്റ് ഓഫ് ഇൻ്റഗ്രേഷൻ കിട്ടാൻ ഇതേപോലെ ഇനീഷ്യൽ വാല്യൂസ് തന്നിട്ടുണ്ടെങ്കിൽ അത്തരം പ്രോബ്ലംസിന് ഇനീഷ്യൽ വാല്യൂ പ്രോബ്ലംസ് എന്ന് പറയും. അപ്പോൾ ഇനീഷ്യൽ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് കോൺസ്റ്റൻറ്റ് ഓഫ് ഇൻ്റഗ്രേഷൻ കൃത്യമായിട്ട് പറയാം. അല്ലെ വെക്ടറിനെ ആർബിട്രറി കോൺസ്റ്റൻറ്റ് വെക്ടർ സി ബാർ ഇല്ലാതെ ഇപ്പോൾ കണ്ടതുപോലെ ഇതിൻ്റെ അകത്ത് സി ബാറിനെ മാറ്റി നമ്മൾ കറക്റ്റായിട്ട് വാല്യൂ എഴുതിയിട്ടുണ്ട്, അതുപോലെ എഴുതാൻ സാധിക്കും എന്നുള്ളതാണ്. നെക്സ്റ്റ് we are given the velocity vector of a particle moving in space dr bar by dt equal to cos ti minus sin tj plus k. Then find the particle's position as a function if r bar equal to 2i plus k when t equal to 0. ഇതിൽ പുതിയതായിട്ടൊന്നുമില്ല. വെലോസിറ്റി എന്ന് പറയുന്ന ഡെറിവേറ്റീവ് ആണ്. പാർട്ടിക്കിളിൻ്റെ പൊസിഷൻ എന്ന് പറയുന്നത് ഡെറിവേറ്റീവ് ഡി ആർ ബാർ ബൈ ഡി ടി ആകുമ്പോൾ പാർട്ടിക്കിളിൻ്റെ പൊസിഷൻ ആർ ബാർ ആണ്. ഇനി ഇനിഷ്യൽ വാല്യൂ പ്രോബ്ലം തന്നെയാണ്. ആർ ബാർ അറ്റ് ടി, ആർ ബാർ ഓഫ് 0 അറ്റ് ടി ഈക്വൽ ടു 0 നമുക്ക് തന്നിരിക്കുന്ന ആർ ബാർ ഓഫ് 0 ആണ്. അപ്പോൾ മുമ്പത്തെ പോലെ ഡി ആർ ബാർ ബൈ ഡി ടിയും ഇനിഷ്യൽ വാല്യൂ ആർ ബാർ ഓഫ് 0യും തന്നിട്ടുള്ള ഒരു പ്രോബ്ലമാണ് ഇത്. അപ്പോൾ ഡി ആർ ബാർ ബൈ ഡി ടിയിൽ നിന്ന് നമ്മൾ കമ്പോണൻറ്റ് വൈസ് ഇൻ്റഗ്രേഷൻ നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. ആർ ഓഫ് ടി കണ്ടുപിടിക്കും. സൈൻ ഡി ഐ പ്ലസ് കോസ് ടി ജെ പ്ലസ് ടി കെ പ്ലസ് കോൺസ്റ്റൻറ്റ് ഓഫ് ഇൻ്റഗ്രേഷൻ സി ബാർ. ഓരോടത്തും C1 C2 C3 കൊടുക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. അല്ലാതെ കോസ് ടി സൈൻ ടി 1ൻ്റെ സ്റ്റാൻഡേർഡ് ഇൻ്റഗ്രൽസ് എഴുതി ഐ ജെ കെ കൂടെ ചേർക്കുക. പിന്നെ കൂടെ ഒരു സി ബാർ ചേർത്താൽ മതി. ആർ ഇൻ്റഗ്രൽ നമ്മൾ എഴുതിയില്ലായിരുന്നു. ഇൻ്റഗ്രൽ സ്മോൾ ആർ ഓഫ് ടി ഈക്വൽ ടു ക്യാപിറ്റൽ ആർ ഓഫ് ടി പ്ലസ് കോൺസ്റ്റൻറ്റ് ഓഫ് ഇൻ്റഗ്രേഷൻ സി ബാർ എന്ന് എഴുതിയിട്ടില്ലേ. അപ്പോൾ ഇത് നമുക്ക് ഡയറക്റ്റ് ഉപയോഗിക്കാം. കമ്പോണൻറ്റ് വൈസ് ഇൻ്റഗ്രേഷനിൽ ക്യാപിറ്റൽ ആർ ഓഫ് ടി കണ്ടുപിടിക്കുക, ജനറലായിട്ടുള്ള ഇൻ്റഗ്രൽസ് എഴുതുക. സി ബാറിന്ന് ഓരോ സ്ഥലത്തും C1 C2 C3 ചേർക്കണമെന്നില്ല. സി ബാറിന്ന് നമുക്ക് ഡയറക്റ്റായിട്ട് എഴുതുകയും ചെയ്യാം. അങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. ഇനി ആർ ഓഫ് ടി ഈക്വൽ ടു 2i പ്ലസ് കെ എന്ന് തന്നിട്ടുണ്ട്. വെൻ ടി ഈക്വൽ ടു 0 ആർ ഓഫ് ടി ഈക്വൽ ടു 2i പ്ലസ് കെ എന്ന് തന്നിട്ടുണ്ട്. നമ്മൾ കണ്ടുപിടിച്ച ആർ ഓഫ് ടിയിൽ ടി ഈക്വൽ ടു 0 കൊടുത്താലും നമുക്ക് ആർ ഓഫ് 0 കിട്ടും. തന്നിരിക്കുന്ന ആർ ഓഫ് 0 ആണ് 2i പ്ലസ് കെ. ആർ ഓഫ് 0 ഇവിടെ കൊടുത്താലും കണ്ടുപിടിക്കാം. സൈൻ 0i പ്ലസ് കോസ് 0j പ്ലസ് 0k എന്നുള്ളത് 0k പ്ലസ് സി ബാർ. അതിൽ നിന്നും ആർ ഓഫ് 0 നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ കിട്ടുന്ന ആർ ഓഫ് 0 എന്ന് പറയുന്നത് ആ വാല്യൂവും 2i പ്ലസ് കെയും ഈക്വലാണ്. ആ കിട്ടിയ വാല്യൂ 0i പ്ലസ് സൈൻ 0 0 കോസ് 0 1j പ്ലസ് ടി കെ ആണ് 0k പ്ലസ് സി ബാർ എന്നുള്ളതും കൂടെ അവിടെ ഉണ്ട്. അപ്പോൾ 2i പ്ലസ് കെ എന്ന് പറയുന്നതും ഈ വെക്ടറും ഈക്വലാണ്. 2i പ്ലസ് കെയും നമ്മൾ പറയുന്ന നമ്മളുടെ ആർ ഓഫ് ടിയിൽ ടി ഈക്വൽ ടു 0 കൊടുത്തപ്പോൾ കിട്ടിയ വെക്ടറും ഈക്വലാണ്. അത് ഈക്വലാണെങ്കിൽ അതിൽ നിന്ന് അറിയത്തില്ലാത്തത് സി ബാറേ ഉള്ളൂ. സി ബാർ ഐ ജെ കെ കമ്പോണൻസ് കളക്ട് ചെയ്ത് നമുക്ക് എഴുതാം. 2i മൈനസ് ജെ പ്ലസ് കെ എന്നായിരിക്കും സി ബാറിൻ്റെ വാല്യൂ. അതുകൊണ്ട് പൊസിഷൻ ആർ ഓഫ് ടി നമ്മളാദ്യം ഇൻ്റഗ്രേറ്റ് ചെയ്ത് ആർ ഓഫ് ടിയെ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. സൈൻ ഡി ഐ പ്ലസ് കോസ് ടി ജെ പ്ലസ് ടി കെ പ്ലസ് സി ബാർ എന്നുള്ളത്. അവിടെ ഇനി സി ബാറിൻ്റെ വാല്യൂ നമുക്ക് കിട്ടിയത് നമ്മൾ
റീപ്ലേസ് ചെയ്യാൻ പോവാണ്. സി ബാറിൻ്റെ വാല്യൂ റീപ്ലേസ് ചെയ്യാൻ പോവാണ്. അപ്പോൾ നമ്മളുടെ ആർ ഓഫ് ടിയുടെ കറക്റ്റ് ഇക്വേഷൻ ആയിരിക്കും സൈൻ ഡി ഐ പ്ലസ് കോസ് ടി ജെ പ്ലസ് ടി കെ പ്ലസ് സി ബാറിൻ്റെ വാല്യൂ 2i മൈനസ് ജെ പ്ലസ് കെ 2i മൈനസ് ജെ പ്ലസ് കെ. ഇതാണ് സി ബാറിൻ്റെ വാല്യൂ റീപ്ലേസ് ചെയ്യുന്നത്. സൈൻ ഡി ഐ ആണ് സൈൻ ഡി ഐ. അപ്പോൾ അത് നിങ്ങൾ കറക്റ്റ് ചെയ്തോണം. സൈൻ ഡി ജെ അല്ല സൈൻ ഡി ഐ ആണ്. അപ്പോൾ ഇനി കറസ്പോണ്ടിങ് കോഎഫിഷ്യൻസ് കളക്ട് ചെയ്യുക. സൈൻ ഡി പ്ലസ് 2 ഇൻറ്റു ഐ കോസ് ടി മൈനസ് 1 ഇൻറ്റു ജെ പ്ലസ് ടി പ്ലസ് 1 ഇൻറ്റു കെ എന്ന് നമുക്ക് വാല്യൂസ് കളക്ട് ചെയ്ത് എഴുതാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതിൽ സിമ്പിളായിട്ടുള്ള ഇൻ്റഗ്രേഷൻ പ്രോസസ്സ് മാത്രമേ ഉള്ളൂ. അതിനു മുമ്പ് നമ്മൾ ചെയ്ത കോൺസ്റ്റൻറ്റ് ലെന്തുള്ള വെക്റ്റർ ഫംഗ്ഷൻസിൻ്റെ ഡെഫിനിഷനും കോൺസ്റ്റൻറ്റ് ലെന്താണെങ്കിൽ യു ബാർ ഡോട്ട് ഡി യു ബാർ ബൈ ഡി ടി 0 ആണ് എന്നുള്ള സിമ്പിളാണ്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു റിസൾട്ടാണ് നമ്മൾ ചെയ്തത്. അടുത്ത സെക്ഷനിൽ ആർക്ക് ലെന്ത്, സ്പേസിൽ ആർക്ക് ലെന്ത്, ഒരു കർവിൻ്റെ ആർക്ക് ലെന്ത് കാൽക്കുലേറ്റ് ചെയ്യുന്ന ഇക്വേഷനാണ്. ഇൻ്റഗ്രേഷനും ഡിഫറൻസിയേഷനും എല്ലാം കൂടി ചേർന്ന് ഒരു റിസൾട്ടാണ്. അതുമായിട്ട് മറ്റൊരു വീഡിയോയിൽ നമുക്ക് കാണാം. അപ്പോൾ നിങ്ങൾ ഈ കാര്യങ്ങൾ ചെയ്യുക, നോട്ട്സ് എഴുതുക, പ്രോബ്ലംസ് കംപ്ലീറ്റ് ആക്കുക, ആ കാര്യത്തിൽ ശ്രദ്ധിക്കുക. ഓക്കെ, താങ്ക് യു.